ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കണം. നടക്കുമെന്തോ വെട്ടത്തിൻ്റെ കുറച്ച് വിഷയമുണ്ട് റൂമിൽ, അതാണ് ഇങ്ങനെ കയറില്ലാത്തത്. ഞാൻ റെഡിയായിട്ടൊക്കെ വരാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓൾറെഡി റൂമേജ് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാനാണ് കുട്ടിച്ചാത്തനാണ് പ്രയത്നെ പോലെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് അടുക്കളയിലോട്ട് പോകണം. അപ്പം ബാക്കി വിശേഷം തുടരെ കാണാം. ഇതാണ് നമ്മളിവിടുത്തെ അടുക്കള. അപ്പം അടുക്കള വന്നിരുന്നുള്ളൂ. കാരണം ഉറങ്ങി എണീറ്റ് കുറച്ച് ഉറക്കത്തിൻ്റെ കെട്ടൊക്കെ മാറിയിട്ട് മാത്രം പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് കെട്ടൊക്കെ മാറിയിട്ട് മാത്രം ചായ ഇടുള്ളൂ. ഞാൻ പണ്ട് തൊട്ടേ പല്ല് തേച്ചതിന് ശേഷമാണ് ചായ കുടിക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോഴങ്ങനെ തന്നെ. കാരണം രാവിലെ ട്യൂഷൻ പോകണം. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് പല്ല് തേച്ചതിന് ശേഷം ചായ കുടിക്കണം. അങ്ങനെ ശീലിച്ചാണ് ഇങ്ങനെ. അപ്പം മകളിൽ നിന്ന് ഇൻട്രോ എടുത്തപ്പോൾ ഞാൻ അഥവാ ഇടുന്നെങ്കിൽ നിങ്ങൾ ചെയ്യോ പ്രേതം അങ്ങനെ. അപ്പം ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിൽ നൂല് കെട്ടോട്. തൊട്ടപ്പുറത്തെ വീടെന്ന് വെച്ചാൽ നമ്മൾ 3 പേരാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത്. അതായത് താഴെ ഓണർ ആൻറ്റി, അമ്മകൾ രണ്ട് പോർഷനായിട്ട് നമ്മളും വേറൊരു ഫാമിലി. അങ്ങനെ അടുത്ത ആ ഫാമിലിയിലെ നൂല് കെട്ടാണെന്ന്. അവിടെ നിന്ന് കുഞ്ഞാവെ കാണാൻ പോകണം. അപ്പം ബാക്കി വീട് ഞാൻ വഴിയെ കാണിക്കാം. ഫസ്റ്റ് ഞാനിത് വെള്ളം വച്ചിരിക്കുന്നത് ചായ ഇടാൻ വേണ്ടിയിട്ടല്ല, ആദ്യം കൂടുന്ന ഫ്ലാസ്കിലത്തേക്കാണ്. കാരണം ഒരു ലാക്ടോജൻ കലക്കണം. അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ കാര്യം പറ്റി രാവിലെ ആരെയും വിളിച്ച് എന്തോ കാര്യം പറ്റി പറയും. എന്തോ കത്തി വയ്ക്കുകയാണ്, ആരോ മാമി ആരോ എന്തോ വിളിച്ചത്. പിന്നെ അവിടുത്തെ കറികളൊക്കെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഇന്ന് ബീട്രൂട്ട് തോരനുണ്ട്, എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ അതാ ചക്ക അവിയലാണ്. ചക്ക സീസണായ എല്ലാ വീട്ടിലും കാണുമല്ലോ ചക്ക. പിന്നെ ഇതാ സാമ്പാറുണ്ട്. പിന്നെ മീൻകറി ഉണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ എനിക്ക് സാമ്പാർ എടുത്ത് പൊക്കാൻ വയ്യാത്തതുകൊണ്ട് മീൻകറിയുടെ വീഡിയോ എടുത്തില്ല. പിന്നെ ആ ചേട്ടന് ചോറ് കെട്ടി ഓൾറെഡി. അങ്ങനെ അതാണ്. ഇനി പാത്രം കിടന്ന് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവസ്ഥ. രാവിലെ വന്ന ഉടനെ തന്നെ അമ്മ നെറ്റിയൊന്ന് പൊട്ടൊക്കെ എടുത്ത് ആദ്യം കൊണ്ട് വച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല സുന്ദരി കുട്ടി ആവട്ടെ എന്ന് പറയുന്നത്. അച്ഛൻ ഇവിടെ കിടപ്പുണ്ട്. എനിക്കിങ്ങനെ കണക്കാക്കണ്ട. ആദ്യക്കൂട്ടം അറിഞ്ഞോം പുറിഞ്ഞോ ഒന്ന് അടിച്ച് തളർത്തി കിടത്തിയിരിക്കുന്നു കേട്ടോ അച്ഛൻ. ഇതെൻ്റെ നമ്മുടെ വീട്ടിലെ കൃഷ്ണനാണ് കേട്ടോ. അച്ഛനൊരു കൃഷ്ണഭക്തനാണ് കേട്ടോ. എൻ്റെ ഫോൺ കണ്ടിട്ട് എന്തൊക്കെ കാര്യം. വെള്ളം കൊടുത്താൽ വേണ്ട, ഫോൺ മതി. ഫോണിൽ എന്തോ വേറെ ഒന്നിനല്ല, ഫോൺ എടുത്ത് എറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ കിടന്ന് ഒരേ കളി തന്നെ, കളി. അങ്ങനെ രാവിലെ നൂലുകെട്ടിനൊക്കെ പോയി. അവനും നൂലുകെട്ടൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞാവയൊക്കെ കണ്ട് അവനും ഹാപ്പിയായിരുന്നു കുഞ്ഞാവയൊക്കെ കണ്ടപ്പോൾ. ടാറ്റ പറഞ്ഞു, ടാറ്റ. അവിടെ നിന്ന് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അവിടെ നേരെ എൻ്റെ വീട്ടിലോട്ട് തൊഴങ്കോടോട്ട് വന്ന്. അതായത് ചേട്ടൻ ബാക്കിയിരിപ്പുണ്ട്. ഇനി ചേട്ടൻ ജോലിക്ക് പോകണം. കാരണം നൂലേട്ടിന് അവിടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ആദ്യക്കൂട്ടിൻ്റെ പിറകെ ഓടലായിരുന്നു. പിന്നെ ആദ്യക്കൂട്ടി ഇപ്പോൾ തളർന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.